സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. ഭാരതത്തിൽ രൂപം കൊണ്ട ഇതിഹാസമാണ് രാമായണം. മറ്റു രാഷ്ട്രങ്ങളിലും ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രീസിലെ ഇലിയഡും ഒഡിസേയും, മിൽട്ടൺ രചിച്ച പാരഡൈസ് ലോസ്റ്റും, വ്യാസമുനിയുടെ മഹാഭാരതവുമെല്ലാം ഇതിഹാസങ്ങൾ തന്നെയാണ്. ഭാരതീയ സംസ്കാരത്തിലും തത്വജ്ഞാനത്തിലും രാമായണം വലിയ ഫലമാണ് ഉണ്ടാക്കിയത്. അതിലെ ഏറ്റവും പ്രയോജനകരമായ ഭാഗങ്ങൾ സാന്മാർഗികമായ പാഠങ്ങളാണ്. ഒരു മകന്റെ പിതാവിനോടുള്ള ഭക്തിയുടെയും അനുസരണയുടെയും ഏറ്റവും വലിയ ഉദാഹരണം ശ്രീരാമന്റെ 14 വർഷത്തെ വനവാസമാണ്. പുരാതനകാല ഭാരതത്തിലെ പ്രധാന രാജ്യമായിരുന്നു കോസലം. അവിടുത്തെ രാജാവാണ് ദശരഥൻ. അയോധ്യയായിരുന്നു തലസ്ഥാനം. ദശരഥ മഹാരാജാവിന്റെ ഭരണകാലത്ത് രാജ്യത്ത് ഐശ്വര്യവും സമാധാനവും നിലനിന്നു. ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനുമായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാർ. ഇളയവൻ ശത്രുഘ്നനായിരുന്നു. രാമായണത്തിലെ ഏറ്റവും ധീരനായ കഥാപാത്രം ശ്രീരാമനാണ്. മൂത്ത മകനായ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. വാർദ്ധക്യവും ക്ഷീണവും മൂലം അദ്ദേഹം രാജ്യഭാരം ശ്രീരാമന് കൈമാറി സ്വസ്ഥമായി ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. പട്ടാഭിഷേകത്തിന് മുൻപായി ശ്രീരാമൻ ദീക്ഷ വളർത്തി വ്രതമനുഷ്ഠിച്ചു. ഈ സന്ദർഭത്തിലെ ഓരോ കാര്യവും വാൽമീകി മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. രാമഭവനത്തിൽ ആനന്ദത്തോടെ സ്ത്രീപുരുഷന്മാർ വന്നു നിറഞ്ഞു. ഭവനത്തിനു പുറത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. വൃത്തിയാക്കിയ തെരുവീഥികൾ, വീടുകളുടെ മുന്നിലുള്ള കുലവാഴ തോരണങ്ങൾ, ഉയർന്നു പൊങ്ങി നിൽക്കുന്ന കൊടികൾ, ജനങ്ങളുടെ ആർപ്പുവിളികൾ. തലസ്ഥാന നഗരമായ അയോധ്യയിലെ തെരുവീഥികളിലും ഇടവഴികളിൽ പോലും ജനങ്ങൾ നിറഞ്ഞു. അഭിഷേകത്തിന് മുൻപ് ചെയ്യേണ്ട ആചാരമനുസരിച്ച് ദർഭപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ പായയിൽ ഉറങ്ങിയ രാമൻ പുലരുന്നതിന് വളരെ മുൻപ് ഉണർന്നു. വീട് വൃത്തിയാക്കി അലങ്കരിച്ചു. വെൺപട്ടെടുത്ത് ഗായത്രി മന്ത്രം ജപിച്ചു. ഏകാഗ്രചിത്തനായി നിലകൊണ്ട അദ്ദേഹത്തിന് ചുറ്റും വാദ്യഘോഷങ്ങളും ഉയർന്നു. വീടുകളുടെ മുന്നിലും വഴിയിലും നിൽക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ച ചർച്ചയുണ്ടായി. അഭിഷേകത്തിന് മാനസികമായി തയ്യാറെടുത്ത ശ്രീരാമന് അഭിഷേകം മാറ്റിയെന്നും 14 വർഷം വനവാസത്തിന് പോകണമെന്നും ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്നുമുള്ള അറിവ് കിട്ടിയത് ഭരതന്റെ അമ്മയായ കൈകേയിയിൽ നിന്നായിരുന്നു. ഈ സംഭവം കേട്ടിട്ടും യാതൊരു മനക്ഷോഭവും ഉണ്ടാകാത്ത അദ്ദേഹം, മാതാവേ, പുരുഷാർത്ഥങ്ങളിൽ അർത്ഥം ഒന്നിൽ മാത്രം താല്പര്യത്തോടുകൂടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധർമ്മം ഒന്നിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവിന്റെ ആഗ്രഹം എന്താണോ അത് മനുഷ്യന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ജീവൻ വെടിയേണ്ടി വന്നാൽ പോലും ഞാൻ ചെയ്തു തീർക്കും എന്ന് പറയുന്ന രാമനെയാണ് നാം പിന്നീട് കാണുന്നത്. ധനത്തിനും മറ്റ് ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം താല്പര്യത്തോടുകൂടി ജീവിക്കുകയും ധർമ്മത്തെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രാമന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. മഹത്തായൊരു തത്വശാസ്ത്രം അതിലടങ്ങിയിരിക്കുന്നു. ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.